ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇന്നലോടുകൂടി തീർന്നു. ഇന്ന് നമ്മൾ എന്താണ് നോക്കുന്നത്? അതായത് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ. എല്ലാം നമ്മൾ പഠിച്ചതിൽ നിന്നാണ് വന്നേക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണേ. സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൺ. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓൾ സെൽസ് ഹാവ് സെൽ വാൾ. ശരിയാണോ? നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. പ്ലാന്റ് സെല്ലിലാണ് എന്തുള്ളത്? സെൽ വാൾ. ആനിമൽ സെല്ലിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തെറ്റ്. ഓൾ സെൽസ് ഹാവ് സെൽ മെംബ്രെയിൻ. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ ശരിയല്ലേ? ഓൾ സെൽസ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് കാണുന്നത്? പ്ലാന്റ് സെൽ. ആനിമൽ സെല്ലുണ്ടോ? ഇല്ല. അപ്പം അത് തെറ്റാണ്. ഓൾ സെൽസ് ഹാവ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഉണ്ടോ? എല്ലാ സെൽസിലും ഉണ്ട്. അപ്പോൾ അത് ശരി. അപ്പോൾ ഇൻകറക്റ്റായിട്ട് ഏതാണ്? ഓൾ സെൽസ് ഹാവ് സെൽ വാൾ. ഓൾ സെൽസ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. Animal body is made up of cells. What conclusion can be drawn from these statements? Plant body cells വെച്ച് ഉണ്ടാക്കിയേക്കുന്ന, ആനിമൽ ബോഡിയും സെൽസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. There is no diversity among cells of living organisms. അതായത് എന്താണ്? സെൽസ് എല്ലാം എന്താണ്? സെയിം ആണ്. അതിലൊരു വ്യത്യസ്തമായിട്ടുള്ളത് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ? നമ്മൾ പഠിച്ചതാണ് ഡൈവേഴ്സിറ്റി എമംഗ് ദി സെൽസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇതെന്താണ്? തെറ്റായ ഓപ്ഷനാണ്. സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ തിങ്സ്. തിങ്സ്, ലിവിങ് തിങ്സിലാണ് എന്ത്? സെൽസ് ബിൽഡിംഗ് ബ്ലോക്കായിട്ടുള്ള. അപ്പോൾ ഇത് തെറ്റല്ലേ? ഇനി സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ലിവിങ് തിങ്സ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. ഓർഗൻ സിസ്റ്റംസ് ഇൻ ആനിമൽ ബോഡി ആൻഡ് പ്ലാന്റ് ബോഡി ആർ ദി സെയിം. ശരിയാണോ? ഓർഗൻ സിസ്റ്റംസ് ഇൻ ആനിമൽ ബോഡിയും പ്ലാന്റ് ബോഡിയും എന്താണ്? സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സെൽസ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ഇനി നമ്മൾ പഠിച്ച കാര്യമാണ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ അത്. സെൽസ്, ഓർഗാനിസം, ടിഷ്യൂസ്, ഓർഗൻ സിസ്റ്റം, ഓർഗൻ. ഇതെന്താണ്? സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? സെൽസ്, ടിഷ്യൂസ്, ഓർഗൻ, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഹാവ് സ്മോളർ സെൽസ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഹാവ് ലാർജർ സെൽസ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? അതായത് ഇവർ പറയുവാണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എന്താണ്? ചെറിയ സെൽസാണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനൊക്കെ വലിയ സെൽസാണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചേക്കുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഒരു സെല്ലുള്ളൂ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് മോർ ദാൻ 1 സെല്ലുണ്ടെന്നാണ് പഠിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് സൈസ് ശരിയാണോ? അല്ല. അപ്പോൾ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ എന്താ പറയാം? നിങ്ങൾക്ക് പറയാം ബോത്ത് ക്യാൻ ഹാവ് സെൽസ് ഓഫ് സിമിലർ സൈസ്. ഒരേ സൈസുള്ള സെൽസ് കാണാം. ദ ഡിഫറൻസ് ഈസ് ഇൻ ദി നമ്പർ ഓഫ് സെൽസ്. എവിടെയാണ് ഡിഫറൻസ് കാണുന്നത്? ദ ഡിഫറൻസ് ഈസ് ഇൻ ദി നമ്പർ ഓഫ് സെൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ പറഞ്ഞാൽ മതി. നോട്ട് ദയർ സൈസ്. സൈസിലല്ല, എവിടെയാണ് ഡിഫറൻസ് കാണുന്നത്? ഡിഫറൻസ് ഈസ് ഇൻ ദി നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സില്ലേ, അവിടെ നിങ്ങൾ കമൻറ്റ് എഴുതിയിടുമോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ എന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് അടിയിൽ എല്ലാവരും എഴുതുമോ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവേണ്ടെങ്കിലും ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾ പറയുക. എന്നാലാലും നമുക്ക് കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ബൈ.